നമസ്കാരം, എല്ലാവർക്കും ഷേർലീസ് മൈക്രോ കിച്ചൻ ഗുഡ് ഫുഡ് ആൻഡ് ഫൈൻ റെസിപ്പീസിലേക്ക് സ്വാഗതം. കൊല്ലത്തിൻ്റെ അഭിമാനമാണ് ഷെഫ് സുരേഷ് പിള്ള. പുള്ളിയുടെ ഏറ്റവും ഫേമസ് ആയ ഒരു ഡിഷാണ് ഫിഷ് നിർവാണ. അപ്പോൾ ആ റെസിപ്പി ഒന്ന് ഇൻസ്പയർ ചെയ്തിട്ട് ഞാനും ഇന്ന് ഫിഷ് നിർവാണ പ്രിപ്പയർ ചെയ്തു. ഞാൻ ആ റെസിപ്പി ഫുള്ളായിട്ട് കോപ്പി അടിക്കുകയല്ല ചെയ്തത്. എൻ്റേതായ ചില കയ്യൊപ്പുകളൊക്കെ ഞാൻ ഇതിൽ ചാർത്തിയിട്ടുണ്ട്. എന്ത് പറഞ്ഞാലും വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു നാടൻ വിഭവമാണ്. അപ്പോൾ എല്ലാവരും ഇത് പ്രിപ്പയർ ചെയ്ത് നോക്കണം. വളരെ ഈസിയുമാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഫിഷ് നിർവാണ പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. ഞാനിപ്പോൾ ഒരു ചെറിയ മൺചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 3/4 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. കാശ്മീരി ചില്ലിയോ അല്ലെങ്കിൽ നിങ്ങളുടെ എരിവിനനുസരിച്ച് സാധാരണ ചില്ലി പൗഡറോ ചേർക്കാം. ഇപ്പോൾ ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. അതൊരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/2 മുതൽ 3/4 ടേബിൾ സ്പൂൺ വരെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് ചേർക്കാം. 2 മീനിനാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പൊടികളെല്ലാം ഒന്ന് മിക്സ് ആവാൻ വേണ്ടി 1 ടേബിൾ സ്പൂൺ നോർമലായിട്ടുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഈ പൊടികളെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ ഇന്ന് ഫിഷ് നിർവാണ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് 2 ആഗോലിയാണ് എടുത്തിട്ടുള്ളത്. ഏത് മീൻ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. അതായത് കരിമീൻ വേണമെങ്കിൽ കരിമീൻ, ഇതുപോലെ മാംസമുള്ള ഏത് മീനാണെങ്കിലും നമുക്ക് ഫിഷ് നിർവാണ പ്രിപ്പയർ ചെയ്യാൻ എടുക്കാം. അപ്പോൾ ഞാൻ ആ മുളകൊക്കെ എല്ലാം ഒന്ന് മീനിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു അരമണിക്കൂർ നമുക്കൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ മീനിലേക്ക് നല്ലതുപോലെ ഈ ഉപ്പും മുളകും ഒക്കെ നല്ലതുപോലെ പിടിച്ച് കിട്ടും. അപ്പോൾ നമ്മുടെ ആഗോലി ഇരുന്നൊന്ന് റെസ്റ്റ് ചെയ്യട്ടെ. അപ്പോൾ ആ സമയം കൊണ്ട് മറ്റുള്ള ഇൻഗ്രീഡിയൻസ് നമുക്കൊന്ന് പരിചയപ്പെടാം. ഒരുപാട് സാധനങ്ങളൊന്നുമില്ല. ഇതൊരു ചെറിയ പച്ചമാങ്ങയാണ് പുളിക്ക് വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത്. ഒറിജിനൽ റെസിപ്പിയിൽ ഈ പച്ചമാങ്ങയും ചുമന്നുള്ളിയും ഇല്ല. ഇത് കുറച്ച് 2 പീസ് ഇഞ്ചി, ഒരു 3-4-5 പച്ചമുളക്. അപ്പോൾ ഞാൻ പറഞ്ഞു ആദ്യമേ തന്നെ ഞാൻ ചെറിയ ചില മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര ടേസ്റ്റാണ് ഈ പച്ചമാങ്ങയും കൂടെ ചേർക്കുമ്പോൾ. അപ്പോൾ ആ നാടൻ രുചി അതിൻ്റെ പാരമ്യത്തിലെത്തും. ഇതൊക്കെ നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിവിടെ വെക്കാം. ആ സമയം കൊണ്ട് നമുക്കിനി ബാക്കി ചെയ്യേണ്ടത് നമ്മുടെ ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ വെളിച്ചെണ്ണയാണെങ്കിൽ ഏറ്റവും നല്ലത്. നമ്മുടെ നാടൻ രുചി അത് വല്ലാണ്ടൊന്ന് എൻഹാൻസ് ചെയ്ത് തരും. അപ്പോൾ നമ്മൾ നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ച് അരമണിക്കൂർ ഇരുന്ന മീനിനെ നമ്മൾ വെളിച്ചെണ്ണയിലോട്ടിട്ടൊന്ന് പൊരിച്ചെടുക്കാനാണ് പോകുന്നത്. അപ്പോൾ ഈ മീൻ പൊരിച്ചെടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. കാരണം നല്ലതുപോലെ ചൂടാവാതെ ഇടുവാണെങ്കിൽ ആഗോലി അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏത് മീനും അതിൻ്റെ തൊലി നമ്മൾ ഇത് മറിച്ചിടുമ്പം അങ്ങ് ഇളകിപ്പോവും. അപ്പോൾ അങ്ങനെ ഇളകിപ്പോയാൽ നമ്മുടെ ആ റെസിപ്പിക്കൊരു ലുക്ക് ഉണ്ടാവില്ല നമ്മൾ ഏറ്റവും അവസാനം അത് പ്രസൻറ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് നല്ലതുപോലെ എണ്ണ ചൂടാവാതെ നിങ്ങൾ ഇടരുത്. ഞാൻ നേരത്തെ പറഞ്ഞു ഇത് എൻ്റെ മാത്രം ഒരു പൊടിക്കൈയാണ്. ഒരു 2-3-4 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെയൊന്ന് വിതറിയിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ ആഗോലി ഒന്ന് തിരിച്ചിടാം. ഞാനും പേടിച്ചിട്ട് തന്നെയാണിത് മറിച്ചിട്ട് നോക്കുന്നത്, തൊലി വല്ലതും പോകുമോ ഇല്ലയോ എന്ന്. പക്ഷേ ഇതിൻ്റെ തൊലിയൊന്നും പോയിട്ടില്ല. വളരെ കറക്റ്റായിട്ട് തന്നെ രണ്ടാമനെയും ഞാൻ മറിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ നേരത്തെ ചെയ്ത സ്റ്റെപ്പ് നമുക്കൊന്നുകൂടി റിപ്പീറ്റ് ചെയ്യണം. നമ്മൾ ആദ്യം കുറച്ച് ചുമന്നുള്ളി അരിഞ്ഞത് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തായിരുന്നു. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ചുമന്നുള്ളി ഈ ഭാഗത്തുകൂടി നമുക്കിങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ലതുപോലെ ഇത് ഫ്രൈ ആയി വരുന്നുണ്ട്. ഉള്ളിയൊക്കെ ഇപ്പോൾ നല്ലതുപോലെ മൂത്തു. ഇപ്പം തന്നെ ഈ ഡിഷിൻ്റെ മണം, ആ ഉള്ളി മൂത്തതും ഫിഷിൻ്റെയും കൂടെ മണം ഭയങ്കരമായിട്ടൊരു മണമാണ് വരുന്നത്. അപ്പം ഇനി നമ്മൾ തിരിച്ചിടാൻ നിൽക്കേണ്ട, കാരണം നമ്മൾ ഇതിനെ ഒന്നുകൂടെ തേങ്ങാപ്പാലിൽ കുക്ക് ചെയ്യും. അപ്പോൾ ഇത് ഏകദേശം നമ്മുടെ ഫിഷ് ഫ്രൈ ആയിട്ടുണ്ട്. ഒരുപാട് അങ്ങ് മൊരിച്ച് കളയരുത് നമ്മുടെ ഫിഷ്. 2 സൈഡും ഒരു ഏകദേശം ഇത് കുക്കായി. അപ്പോൾ നമുക്കിതിനെ സ്റ്റോപ്പ് ചെയ്തിട്ട് നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് കിടക്കാം. ഇനി നമ്മളൊരു വാഴയില എടുത്തിട്ട് ചെറുതായിട്ട് നമ്മുടെ തീയിൽ വെച്ചിട്ട് ഒന്ന് വാട്ടിയെടുക്കണം. പച്ച വാഴയിലയാണെങ്കിൽ പൊട്ടിപ്പോകും. അതുകൊണ്ടാണ് നമ്മൾ തീയിൽ ഇങ്ങനെ ഗ്യാസ് ഒന്ന് ഓണാക്കിയിട്ട് ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ വാഴയില ചെറുതായിട്ടൊന്ന് വാടി വരും. അതിനുശേഷം മടക്കിയിട്ട് ഒരു ചട്ടിയിൽ ഇങ്ങനെ വെക്കുക. നമ്മൾ കുക്ക് ചെയ്യുന്ന സാധാ ചട്ടി മതി. കോക്കനട്ട് ഓയിലാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. ഒരു 2 ടേബിൾ സ്പൂണോളം നമ്മുടെ ഈ വാഴയിലയിലേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എപ്പോഴും നാടൻ ഡിഷ് പ്രിപ്പയർ ചെയ്യാൻ വെളിച്ചെണ്ണയാണ് നല്ലത്. നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും ഞാൻ നല്ലതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. നീളത്തിൽ അരിഞ്ഞെടുക്കുമ്പോഴാണ് നമ്മുടെ ഡിഷിനൊരു ഭംഗിയും ഒക്കെ കൂടുതൽ വരുന്നത്. അപ്പം നമ്മൾ ആദ്യം ചെയ്യുന്നത് നമ്മുടെ ആ ഇലയിലേക്ക് കുറച്ച് ഇഞ്ചി ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കാം. കുറച്ച് നമുക്ക് ബാക്കി വെച്ചേക്കാം. എല്ലാ സാധനവും മീൻ നമ്മൾ ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് സ്പ്രെഡ് ചെയ്യാനാണ് കുറച്ച് ബാലൻസ് വെക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് മാങ്ങയാണ്. അപ്പോൾ മാങ്ങയും ആവശ്യത്തിന് ഫസ്റ്റ് ലെയറായിട്ട് നമ്മളൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കുരുമുളകാണ്. ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് മതി, കാരണം നമ്മൾ കുരുമുളക് ഇട്ടാണ് അത് ഫ്രൈ ചെയ്തത്. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ചെയ്ത് തീർത്തു. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ആഗോലി
കുട്ടികളെ നമ്മൾ ഇതിൻ്റെ മുകളിലേക്കൊന്ന് എടുത്ത് വെക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് ആഗോലി ഞാൻ വെച്ചു, രണ്ടാമത്തെ ആഗോലിയും കൂടെ നമ്മളിങ്ങനെ വെച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ആ എണ്ണയിലുള്ള ചുമന്നുള്ളിയും കൂടെ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കാം. ആ ചുമന്നുള്ളി മാത്രം മതി, എണ്ണയൊന്നും സ്പ്രെഡ് ചെയ്യേണ്ട കാര്യമില്ല. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് തേങ്ങാപ്പാലാണ്. ഒരു 1/4 തേങ്ങയിൽ നിന്നുള്ള തേങ്ങാപ്പാൽ നമുക്കെടുക്കാം, അല്ലെങ്കിൽ ഒരു തേങ്ങയാണെങ്കിലും കുഴപ്പമില്ല. എത്രയും തേങ്ങാപ്പാൽ ചേർക്കുന്നു അത്രയും ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ 1-ാം പാൽ 2-ാം പാലെന്നൊന്നുമില്ല, ഒരു 1.25 കപ്പോളം തേങ്ങാപ്പാൽ നമുക്ക് പിഴിഞ്ഞെടുത്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നേരത്തെ നമ്മൾ ചെയ്ത് വെച്ചിരുന്ന അതേ സ്റ്റെപ്പെല്ലാം നമ്മൾ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാനാണ് പോകുന്നത്. അതായത് നമ്മുടെ ഇഞ്ചി, കുറച്ച് മാങ്ങ, നമ്മൾ ആദ്യം പച്ചമുളക് ഇട്ട് കൊടുത്തില്ലായിരുന്നു. വേണമെങ്കിൽ നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പിലും 1-2 പച്ചമുളക് ഇടാം. അപ്പോൾ ഒരു 3-4 പച്ചമുളകും കൂടി ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ കുരുമുളകും കൂടെ നമ്മൾ വീണ്ടും സ്പ്രെഡ് ചെയ്യാണ്. ഇനി കറിവേപ്പില വേണം. കറിവേപ്പില ഒരു പിശുക്കും വിചാരിക്കേണ്ട, എത്രത്തോളം ഇടാമോ അത്രത്തോളം നല്ലത്. അപ്പോൾ ഞാൻ ഒരു പിടി കറിവേപ്പിലയും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പിട്ടാണ് ഫിഷ് ഫ്രൈ ചെയ്തതെങ്കിലും ഒരു നുള്ള് ഉപ്പ് നമുക്ക് ഇതിൽ നിന്ന് എടുത്തിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ആ ചാറിനൊക്കെ ഒരു ഉപ്പിൻ്റെ ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ എല്ലാ സ്റ്റെപ്പും കഴിഞ്ഞു. ഇനി നമ്മളിതൊന്ന് കുക്ക് ചെയ്യാനാണ് പോകുന്നത്. ഇനി നമ്മളിത് കുക്ക് ചെയ്തെടുക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ചെറിയ തിളയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ആ തിളയൊക്കെ ഒന്ന് വന്നതിന് ശേഷം നമുക്കിതൊന്ന് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഒരു 5 മിനിറ്റൊക്കെ മതിയാകും. അപ്പോൾ ഞാനിതൊന്ന് അടച്ചു വെക്കുകയാണ്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇടയ്ക്കിങ്ങനെ ഒന്ന് തുറന്ന് നോക്കിയതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് ആ സൈഡിൽ നിന്ന് തേങ്ങാപ്പാൽ നമ്മുടെ മീനിൻ്റെ മുകളിലേക്കൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതുകൊണ്ട് കുഴപ്പമില്ല. ഇപ്പം ഏകദേശം ഇത് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനിയും നമുക്കിതൊന്ന് വീണ്ടും ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച് തന്നെ കുക്ക് ചെയ്യാം. ഇപ്പോൾ ഒരു 5 മിനിറ്റൊക്കെ കഴിഞ്ഞു. ഞാനിതിൻ്റെ അടപ്പ് മാറ്റിയപ്പോൾ നല്ലതുപോലെ തേങ്ങാപ്പാലിൽ നിന്ന് എണ്ണയൊക്കെ തെളിഞ്ഞിട്ട് എൻ്റെ അമ്മോ എന്തൊരു മണമാണെന്നറിയാം. ആ ഇലയൊക്കെ ഇങ്ങനെ വെന്ത് ആ പച്ചമാങ്ങയുടെയും പറയുമ്പോൾ തന്നെ എൻ്റെ വായിൽ വെള്ളം വരുന്നുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും പ്രിപ്പയർ ചെയ്ത് നോക്കേണ്ട അടിപൊളി ഒരു ഡിഷാണിത്. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടമായി കാണുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ വന്ന് പറയാൻ മറക്കരുത്. എൻ്റെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാകുവാണെങ്കിൽ കൂട്ടത്തിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് പരിഗണിക്കണം. അപ്പോൾ ഞാൻ എൻ്റെ ആഗോലി കുട്ടന്മാരെ ഒരു പ്ലേറ്റിലേക്കൊന്ന് മാറ്റുവാണ്. വീണ്ടും വീണ്ടും ഞാൻ പറഞ്ഞ് നിങ്ങളെ കൊതിപ്പിക്കുന്നതല്ല, ഇതിൻ്റെ ചാറിൻ്റെ ടേസ്റ്റ് ഭയങ്കരമാണ്. അതായത് നമ്മുടെ ആ മീനും ഈ പച്ചമാങ്ങയൊക്കെ ഇറങ്ങിയിട്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ എന്ത് കഴിക്കണം എന്നുള്ളത് നിങ്ങളുടെയാണ് ചോയ്സ്. അപ്പത്തിൻ്റെ കൂടെ പോകും, നമ്മളുടെ പൊറോട്ടയുടെ കൂടെ പോകും, ഇടിയപ്പത്തിൻ്റെ കൂടെ പോകും. അപ്പോൾ ഇന്ന് ഞാനിവിടെ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് ഇടിയപ്പമാണ്. എന്തായാലും നിങ്ങളുടെ അനുവാദത്തോടു കൂടി ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. മീനൊക്കെ നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. നല്ല ഫ്രഷ് ആഗോലിയാണ് കിട്ടിയത്. അതുകൊണ്ടാണ് ഞാൻ നിർവ്വാണ ഒന്ന് പ്രിപ്പയർ ചെയ്ത് കാണിക്കാമെന്ന് വിചാരിച്ചത്. ഞാൻ വീട്ടിൽ പലപ്പോഴും ഇത് പ്രിപ്പയർ ചെയ്യാറുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ, പറയാതെ വയ്യ. അപ്പോൾ ഇനി നിങ്ങളുടെ ടേണാണ്. നിങ്ങളെല്ലാവരും ഫിഷ് നിർവ്വാണ വീട്ടിൽ പ്രിപ്പയർ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഒറിജിനലായിട്ടുള്ള അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു റെസിപ്പി അല്ലെങ്കിൽ വ്ളോഗുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഫ്രം ഷേർലീസ് മൈക്രോ കിച്ചൻ.